കുടുംബജീവിതം തുടങ്ങി, ദൈവകൃപയിൽ ആരംഭിച്ചു, കൃപയുടെ മകുടമൊക്കെ ചാർത്തി. പക്ഷേ ലോകത്തിലെ ചില സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയപ്പം അതിന് വലിയ ഇടർച്ചയും തകർച്ചയൊക്കെ വന്നു. എങ്ങനെയാണ് ദൈവം വീണ്ടും ഈ സംവിധാനത്തെ പുനർക്രമീകരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നമുക്ക് മാതൃകയാക്കാൻ ഒരു കുടുംബമാണുള്ളത്. അത് നസറേത്തിലെ കുടുംബമാണല്ലേ. ഇനി എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: മാതൃകയാക്കാൻ എന്ത് പ്രത്യേകതയാണ് നസറേത്തിലെ കുടുംബത്തിനുള്ളത്? അനേക കുടുംബങ്ങളുണ്ട്, പക്ഷേ നമ്മൾ പറയുകയാണ് നസറേത്തിലെ കുടുംബം ഞങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റിയ കുടുംബമാണ്. അതിൽ സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഇല്ല. എന്താണ് ഇത്രമാത്രം മാതൃകയാക്കാൻ ഉള്ളത്? അവിടുത്തെ സാമ്പത്തിക അവസ്ഥ മാതൃകയാക്കാൻ പറ്റുമോ? മറിയത്തിൻ്റെ യൂസേഫിൻ്റെ സാമ്പത്തിക അവസ്ഥ കണ്ടിട്ട് നമുക്ക് മാതൃകാ കുടുംബം എന്ന് പറയാൻ പറ്റുമോ? പട്ടിണി പാവങ്ങളാണ് അല്ലേ, ദാരിദ്ര്യമാണ്. സത്രത്തിൽ പോലും ഇടം കിട്ടിയില്ല പ്രസവിക്കാൻ ചേർത്ത്, റൂം എടുക്കാനുള്ള കാശില്ല, വലിയ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ നമുക്ക് വലിയ മാതൃകാ കുടുംബം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പിന്നെ യൗസേഫിനെയും മറിയത്തിനെയും നോക്കുമ്പം ആങ്ങളെയും പെങ്ങളും പോലെ ഇരിക്കുമോ? പിള്ളേർ പോണ കണ്ടില്ലേ, എന്നെ ചേർമയാ, അങ്ങനെ പറയാൻ പറ്റുമോ? ഒന്ന് 10-13 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ്, മറ്റതൊരു പടുവൃദ്ധനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഫിസിക്കൽ മാച്ചിങ് ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. കാഴ്ചയ്ക്ക് അത്ര ജോഡിയാണെന്നും പറയാൻ പറ്റില്ല. എന്നിട്ടും നമ്മൾ പറയുകയാണ് കാഴ്ചയ്ക്ക് അത്ര ചേരുന്നില്ലെങ്കിൽ അവരാണ് മാതൃകാ ദമ്പതികൾ. അടുത്തത് അവരുടെ തറവാട് മഹിമ, അതുകൊണ്ടാണ് അവരെ മാതൃകയാക്കാന്ന് പറയുന്നത്. യൗസേഫിൻ്റെയൊക്കെ തറവാടെന്ന് നോക്കണം, മറിയത്തിൻ്റെ തറവാടെന്ന് നോക്കണം. തറവാട് മഹിമ, കുടുംബ മഹിമ, അത് കണ്ടിട്ടാണോ മാതൃകയാക്കാൻ പറ്റുന്നത്? ആണോ? അല്ല. നാട്ടിലുള്ള വില, അത് കണ്ടിട്ടാണോ? നാട്ടിലിപ്പോൾ അവരെ വിളിക്കുന്നത് എന്താണെന്നറിയോ? യൗസേഫിനെ വിളിക്കുന്ന ആരാണ്ട കൊച്ചിനെ ചുമക്കുന്നവനെന്നാണ് വിളിക്കുന്നത്. മറിയത്തെ വിളിക്കുന്നത് എന്താ? അപ്പൻ ഏതാണെന്നറിയാത്തൊരു കൊച്ചിനെയും പ്രസവിച്ചുകൊണ്ട് നടക്കുകയാണ്. നല്ല വിലയാണ് നാട്ടിൽ. അപ്പോൾ അതൊന്നും അല്ല മാതൃകാ വിഷയങ്ങൾ. അങ്ങനെ ലോകം പറയുന്ന, കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയും നസറേത്തിലെ കുടുംബത്തിൽ നമുക്ക് കാണാനില്ല. നമ്മൾ പറയുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട വീടെന്ന് പറയാൻ പറ്റിയ ലോക സാക്ഷ്യങ്ങളൊന്നും അവിടെ ഇല്ല. പിന്നെ എന്താ മാതൃകയാക്കാനുള്ളത്? പൊളിഞ്ഞ കുടുംബത്തെ ദൈവം പണിയുന്നതാണ് നമ്മൾ മാതൃകയാക്കാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും കുടുംബജീവിതം തുടങ്ങി പല നാളുകളായി. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ കുടുംബജീവിതത്തിൻ്റെ ബലം നഷ്ടപ്പെട്ടെങ്കിൽ ഇനി നമ്മൾ തിരിച്ച് ഇതാ പുതിയ നിയമ കുടുംബം പണിയാൻ പോവുകയാണ്. അത് യേശു പണിതതുപോലെ പണിയണം. എന്താണ് അവിടുത്തെ പ്രത്യേകത? ഒന്ന്, ആദമിൻ്റെ ഹവ്വയുടെയും ആ കുടുംബജീവിതത്തിൻ്റെ ഏദൻ പർദീസ നഷ്ടപ്പെട്ടത് ആ വസ്ത്രത്തിന് കീറിപ്പോയപ്പോഴാണ് അല്ലേ? അതിനൊരു എന്തോ ഒരു ഡാമേജ് പറ്റിയപ്പോഴാണ്. ഏത് വസ്ത്രത്തിന്? ആ കൃപാവസ്ത്രത്തിന്. അതിനൊരു എന്തോ ഒരു കോട്ടം തട്ടിപ്പോയി. ഇനി നമ്മൾ തിരിച്ച് ചിന്തിക്കുക, ദൈവം പണിയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ ഏതിലൂടെ പോണേന്നറിയോ? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇത് സ്വീകരിക്കുന്നില്ല. കൃപയിൽ ജീവിച്ചപ്പോൾ ലജ്ജ തോന്നിയില്ല. അടുത്തത്, ദൈവം ദൂതന്മാരോട് പറഞ്ഞു താഴെ കുടുംബമൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്, ഒരു നല്ല കുടുംബം മാതൃകയൊക്കെ ഉണ്ടാക്കി വെക്കണം, അതിൽ ചില അംഗങ്ങളെ സെലക്ട് ചെയ്യണം, അതിലേക്ക് ഒരമ്മ വേണം. ആദ്യം അപ്പനെയാണ് ഉണ്ടാക്കിയത്, ആദാമിനെ. എന്നാൽ പുതിയ നിയമത്തിലുള്ള ആദ്യം സ്ത്രീയാണ് ദൈവം സെലക്ട് ചെയ്തത്. ഒരമ്മ വേണം, അമ്മ മാതൃകയുള്ള അമ്മയായിരിക്കണം. അതിനുവേണ്ടി ദൂതൻ തിരഞ്ഞു കിടന്നു. അപ്പോഴാണ് ഈ പെങ്കൊച്ചിനെ കണ്ടത്. അവളിൽ സമ്പന്നതയുണ്ടായിരുന്നു. എന്തിൻ്റെ സമ്പന്നത? കൃപ നിറഞ്ഞവളേ, പറഞ്ഞേ, നിനക്ക് സമാധാനം. കൃപ നിറഞ്ഞു കിടക്കുകയാണ്. എൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. കൃപയുടെ ഓരോ മേഖലയിലേക്കും ദൈവം ഓരോ താലം ഇട്ട് കൊടുത്തു. അതൊന്നും ചോർന്നു പോയിട്ടില്ല. ഇതാ, ക്ഷമിക്കാനുള്ള കൃപ സ്വർഗത്തിൽ നിന്നും മറിയത്തിന് കൊടുത്തു. ദൈവദൂതൻ നോക്കിയപ്പോൾ ആ സഞ്ചി, ആ ഭാഗം ഉണ്ടല്ലോ, അത് ഫുള്ളാണ്. ക്ഷമിക്കാൻ ദൈവം എന്തെല്ലാം താലന്ത് കൊടുത്തു അതൊക്കെയുണ്ട്. സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ ദൈവം കൊടുത്തതെല്ലാം മറിയം കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നും പോയിട്ടില്ല എന്ന് മാത്രമല്ല, ദൈവം അയച്ചു കൊടുത്ത ഓരോന്നും
വിശുദ്ധിയോടെ സ്വീകരിച്ച് ഇത് നിറഞ്ഞു. അപ്പം എന്താ പറഞ്ഞ? കൃപ, ഗോഡ്സ് മേഴ്സി അപ്പോൺ യു, നിൻ്റെ മേലെ കയറി. ഇനി നിൻ്റെ നേരെ ആരെങ്കിലും കോപിച്ചാൽ ദീർഘക്ഷമ എന്ന ദൈവകൃപ വർക്കൗട്ടായിക്കൊണ്ടിരിക്കും. ഇനി ആരെങ്കിലും നിന്നെ പരിഹസിച്ചാൽ സഹനമെന്ന ഞാൻ അയച്ച കൃപ വർക്കൗട്ടായിക്കൊണ്ടിരിക്കും. ഇനി ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചാൽ സ്നേഹം നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം കൊടുത്തതെല്ലാം മറിയം സൂക്ഷിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായോ? കൃപയ്ക്ക് ഒരു കുറവുമില്ല. ദൈവം അയച്ചു കൊടുത്ത വസ്ത്രത്തിന് ഒരു മങ്ങലും പറ്റിട്ടില്ല. അങ്ങനെ ഒരാൾ വേണം കുടുംബത്തിൽ. അങ്ങനെ ഒരു അമ്മയെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ ദൂതൻ ആദ്യമേ പറഞ്ഞു, ഇങ്ങനെ കൃപ കൊണ്ട് നിറഞ്ഞൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി നിലനിൽക്കുന്ന സ്ഥലത്ത്, ആ വ്യക്തി ഉള്ള വീട്ടിൽ എന്തുണ്ടാകുമെന്നറിയോ? കൃപ നിറഞ്ഞവളെ, ഉറക്കെ പറഞ്ഞേ, ഒന്നോടെ ഉറക്കെ പറഞ്ഞേ, സമാധാനം. നമ്മളിപ്പോൾ ധ്യാനത്തിന് വരാൻ കാരണം എന്താ? പറഞ്ഞാച്ചാ ഒരു സമാധാനവും ഇല്ല അല്ലേ? ഒരു സമാധാനവും ഇല്ല. സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? പറ. കൃപയ്ക്ക് എന്തോ ദോഷം തട്ടിപ്പോയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് കുമ്പസാരിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഈ മേഖല നിറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കുറേ അച്ഛന്മാർ ഓരോരുത്തർ മാറി മാറി വന്ന് പ്രസംഗിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പറയുന്നു. അതുകൊണ്ട് പോയതുകൊണ്ട് കൃപ നിറയണമെന്നൊന്നുമില്ല. കൃപ നിറയണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം. എങ്ങനെ? വചനം വായിച്ചും പ്രാർത്ഥിച്ചും കാഴ്ചവെച്ചും ദൈവത്തെ സ്തുതിച്ചും എളിമപ്പെട്ടും ക്ഷമിച്ചും. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടായാലേ ഇതൊന്നും അറിയത്തുള്ളൂ. വേറെങ്ങനെ ഇരുന്നാലും ഒരു 50 പൈസൻ്റെ കൂടും വെച്ചോണ്ട് ആ കൃപയെല്ലാം ഇങ്ങോട്ട് ഇട്ടേ നിറച്ച് കെട്ടിക്കോ, അങ്ങനെ കിട്ടുന്ന സാധനമല്ലത്. അവനവൻ പ്രാർത്ഥിച്ച് വാങ്ങിക്കൊള്ളണം. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ആട്ടെ, എന്ത് ഈ സമാധാനം എന്ന് പറഞ്ഞാൽ? നമുക്ക് സമാധാനമാണല്ലോ വേണ്ടത് വീട്ടിൽ അല്ലേ? മക്കളുടെ ഇടയിൽ സമാധാനം, അമ്മായിയപ്പന് അമ്മായിയമ്മയുടെ ഇടയിൽ സമാധാനം, ജീവിത പങ്കാളിയുടെ ഇടയിൽ സമാധാനം. എന്തോ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ? സമാധാനം എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പം ഇങ്ങോട്ട് ആരും ഒന്നും പറഞ്ഞു വരരുത്, എന്നെ ആരും ശല്യപ്പെടുത്തരുത്, ഞാൻ അങ്ങോട്ടോട്ട് ശല്യത്തിനും പോകുന്നില്ല, എനിക്കൊരു സഹായവും വേണ്ട, ഞാൻ അങ്ങോട്ടും ഒന്നിനും പോകണമെന്നില്ല, എന്നെ എൻ്റെ പാട്ടിനെ വിട്ടേക്ക്. ഇതിൻ്റെ പേരാണ് നമ്മൾ സമാധാനം എന്നെപ്പോഴും പറയുന്നത്. അങ്ങനത്തെ സമാധാനം ഏറ്റവും നന്നായി ഈ ഭൂമിയിലുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടുള്ളത് സെമിത്തേരിയിലാണ്. അവിടെ അതിരുമാന്തലും ഇല്ല, കുറ്റം പറച്ചിലും ഇല്ല, അപ്പുറത്തെ കല്ലറയിലേക്ക് എത്തി നോക്കാൻ പോയതായി നമ്മൾ കേട്ടിട്ടുമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല, ഒരെണ്ണത്തിന് കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളൂ, ഒരു ശല്യവും ഇല്ല. ചില വീടുകൾ ഇങ്ങനെയല്ലേ, കല്ലറ പോലെയല്ലേ ചില വീടുകൾ. ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടവും ഇല്ല. പനിച്ചാലും വേണ്ടില്ല, വിറച്ചാലും വേണ്ടില്ല, കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അത് അവിടെ കിടക്കും അല്ലേ? എന്നിട്ട് ഒരു മൂളൽ മാത്രം ഉണ്ടാവും. സുഖമാണോ? നന്നായിട്ട് സുഖമാണോ? അതിൽ തീർന്ന്. കല്ലറ പോലെയാണ് ചില ജീവിതങ്ങൾ. ഉള്ളിലേക്ക് നോക്കുമ്പോഴോ ചീഞ്ഞ് നാറി കിടക്കുകയാണ്. പുറമേ നോക്കുമ്പോഴോ നല്ല ഗ്രാനൈറ്റ്, എല്ലാം കൊണ്ടും ഭംഗിയാണ്. ഇൻ്റർലോക്ക് ഇട്ട വീട്, 3-4 നില, 5-6 കാർ പോർച്ച്, 20-25 ലക്ഷത്തിൻ്റെ വണ്ടി, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഉള്ളോ ആകെ ദുർഗന്ധം പിടിച്ച് കിടക്കുകയാണ്. പുറമേന്ന് കണ്ട ആരും പറയില്ല. എന്നോട് അടുത്തിടയ്ക്ക് ഒരു കൊച്ചു പറഞ്ഞു, എൻ്റെ അച്ഛ, എനിക്കും എൻ്റെ ഭർത്താവിനും സർക്കാർ ജോലി, വലിയ വീട്, വാഹനം, മക്കള് എല്ലാം ഉണ്ട്. പക്ഷെയോ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എല്ലാ തിന്മയുടെയും കൂടാരമാണ് ഞങ്ങളുടെ വീട്. എനിക്ക് ആ വീട്ടിൽ കയറണം ഇഷ്ടമല്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് അധികം നട്ടില്ല. അവളെൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പറഞ്ഞ്, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, അയാളൊന്ന് ചത്ത് കിട്ടിയാൽ മതി. ഒറ്റ ആഗ്രഹമുള്ളൂ, സമാധാനമില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന സമാധാനമല്ല ശരിക്കും സമാധാനം. അതാണ് സമാധാനമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ കല്ലറക്കകത്ത് പോയി കിടക്കേണ്ടി വരും. പിന്നെ സമാധാനം എന്താണ്? പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലതകളും കഷ്ടതകളും കണ്ണുനീരും വരുമ്പോൾ അതിനെ ദൈവശക്തിയിൽ അഭിമുഖീകരിക്കുന്നതിൻ്റെ പേരാണ് സമാധാനം. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. കൃപ എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തിൽ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ആരോഗ്യം അല്ലേ? അതല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞേ. ഇനി നിങ്ങൾ മറിയത്തിൻ്റെ ജീവിതം എടുത്ത് നോക്കുക. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞതിന് ശേഷം മറിയത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടായോ?
അവിവാഹിതയായ കന്യക ഗർഭം ധരിച്ചാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശയുടെ നിയമമുള്ളൊരു സമൂഹത്തിൽ മറിയം എന്ന് പറയുന്ന പെൺകുട്ടി അവിഹിത ഗർഭം പേറിയിരിക്കുകയാണ്. നാളെ അവളോട് ചോദിക്കും, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് എന്ന കാറ്റെന്ന് പറയാനേ അവൾക്ക് അറിയത്തുള്ളൂ. അതാരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മുടെ വീട്ടിലെ കൊച്ചു ഗർഭിണിയായി, കോളേജിൽ പോയിട്ട് തിരിച്ച് നമ്മൾ ഗർഭിണിയായി എന്ന് വിചാരിക്കുക, കല്യാണം കഴിക്കാണ്ട്. എന്നാടി പറ്റിയേ? അതൊരു കാറ്റ് വന്ന് വീശിയപ്പോഴാണ്. നമ്മൾ സമ്മതിക്കുമോ? അവക്കടെ കാറ്റ് അന്നേരം നമ്മൾ കളയും. ഇതാ മറിയം സമൂഹത്തിന് മുമ്പിൽ പറയേണ്ടിയിരിക്കുന്നു, ഒരു കാറ്റ് വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അത്രേ. റൂഹ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ? ഏതെങ്കിലും ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ്റെ തലയ്ക്കകത്ത് ഈ ലോജിക്ക് കയറുമോ? നിങ്ങൾ മിണ്ടൂല. ഇല്ല. ഇപ്പം മറിയത്തിനറിയാം കല്ലേറ് കൊള്ളാൻ പോവുകയാണ്. പക്ഷെ ഓർക്കണം, ഇങ്ങനെ സ്വന്തം മേൽവിലാസം വെളിപ്പെടുത്താൻ കഴിയാതെ, ഞാൻ പറയുന്നത് ഒന്നോടെ ശ്രദ്ധിക്കണം, ഇത് നിങ്ങളുടെ വീടിൻ്റെ വിഷയമാണ്. സ്വന്തം അവസ്ഥ വെളിപ്പെടുത്താൻ കഴിയാതെ തെറ്റിദ്ധാരണകളുടെ നടുവിൽ, കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ, അകാരണമായ പരിഹാസങ്ങളുടെ നടുവിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി ബലത്തോടെ ജീവിക്കാൻ അവൾക്ക് കിട്ടിയ കരുത്തിൻ്റെ പേരാണ് സമാധാനം. ഒരു ഹല്ലേലൂയ പറയുക. ഒന്നോടെ ഇങ്ങനൊരു സാധനം ഈ ധ്യാനത്തിന് വാങ്ങിക്കൊണ്ട് പോകണം. നമ്മളോ ആരെങ്കിലും എന്തെങ്കിലും ഇച്ചിരി പറഞ്ഞാൽ മതി, അതോടെ തീർന്നല്ല. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അച്ഛ, എന്നെ ആരും തിരിച്ചറിയുന്നില്ല അച്ഛ, ആകെ പ്രശ്നമാണ്. പക്ഷെ മറിയം ചുറ്റുപാടുകൾ തന്നെ മനസ്സിലാക്കാതെ ഇരുന്നപ്പോൾ എന്നെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരുത്തനുണ്ടെന്നറിഞ്ഞ് അവനിലേക്ക് നോക്കി ഈ ഭൂമിയിലെ ജീവിതം കാഴ്ചവെച്ചതിൻ്റെ പേരാണ് അവൾക്ക് കിട്ടിയ ആശീർവാദം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, അവളുടെ വീടിനകത്ത് ഇനി ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണ്? അവൾക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിട്ടേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. നിശ്ചയിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല, കൂടിച്ചേർന്നിട്ടില്ല. രാത്രിയിൽ യോസേഫ് ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോടുകയാണ്. എന്താ കാര്യം എന്നറിയോ? അവനൊരു അറിവ് കിട്ടിയിരിക്കുന്നു, തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കന്യക താൻ അറിയാതെ അതിന് ഗർഭിണിയായിട്ടുണ്ട്. അവൾ കന്യകയാണെന്നും കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം തട്ടരുതെന്നും ദൈവപുത്രനെ പ്രസവിക്കാനുള്ളവളെ പോലെ നേർച്ചപുത്രിയായിട്ട് ജീവിക്കുന്നവളാണെന്നൊക്കെയാണ് യോസേഫ് കേട്ടിട്ടുള്ളത്. അവളുടെ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗം തട്ടാതെ സൂക്ഷിക്കാനാണ് അവനെ ഏൽപ്പിച്ചത്. പക്ഷേ ഇതാ താൻ പോലും അറിയാതെ ആ പെങ്കൊച്ച് ഗർഭിണിയായി. മറിയത്തിന് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം. ഇത് ചില കുടുംബങ്ങളിൽ കിടക്കുന്ന വിഷയമാണ്. സംശയരോഗം. ഭാര്യയ്ക്ക് സംശയം അല്ലെങ്കിൽ ഭർത്താവിന് സംശയം, ഇതൊരു രോഗവുമാണ്. ഈ രോഗമുള്ളവരുടെ ഒരു കുഴപ്പം എന്തെന്നറിയോ? ഈ രോഗമുള്ളവർക്ക് വ്യക്തമായി തെളിവും ചിലപ്പോൾ കിട്ടും. ചെറിയ സാഹചര്യങ്ങളെ വളച്ചൊടിച്ച് അതാണെന്ന് അവരങ്ങ് സ്ഥാപിക്കും. കേൾക്കണവർ വരെ വിചാരിക്കും എന്നതാണ്. അതുകൊണ്ട് ഓർക്കുക, എല്ലാ സംശയങ്ങളെയും നമ്മളങ്ങോട്ട് സ്ഥാപിച്ചേക്കരുത്. വേറെ പിന്നെ ചില ആൾക്കാർക്കൊരു സൂക്കേടുണ്ട്. ചില ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ചില ബന്ധുക്കൾ, അയൽവക്കക്കാർ, സ്നേഹിതർ ഭയങ്കര സ്നേഹമായിരിക്കും. എന്നിട്ട് പറയും, എൻ്റെ കെട്ടിയോനെ ഞാൻ നല്ല കണ്ടു, സങ്കടം തോന്നിപ്പോട്ടോ നിന്നോട്, ഒരു ഡോസ് ഇട്ടച്ചങ്ങ് പോവും, നമുക്ക് ഉറക്കമുണ്ടാവുമോ? പിന്നെ അതുപോലെയാണ്. ആ പുള്ളിക്കാരത്ത് ഇന്നാൾ പോണ കണ്ടല്ലോ, വേറൊരു പുള്ളീൻ്റെ മോട്ടോർ സൈക്കിളിൻ്റെ പുറകിലിരിക്കണ കണ്ടേ, അങ്ങനെയും മറ്റേ കുഴപ്പമൊന്നുമില്ല, പിന്നെ അങ്ങനെയും മറ്റേ അയാളെ കെട്ടിപ്പിടിച്ചിരിക്കാവോ? വേറെ പുരുഷനല്ലേ, പറഞ്ഞ ചവനങ്ങ് പോയി, നമ്മുടെ ഉറക്കമുണ്ടോ? പിന്നെ പറയുന്നവനൊരു സുഖം, ഇവിടെ പൊളിഞ്ഞു കിടക്കുക. ഇങ്ങനെ എന്തോരം കുടുംബങ്ങളെ തകർന്നിരിക്കുന്നത്. അടുത്തിടയ്ക്ക് ഒരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് കമന്നടിച്ചങ്ങ് വീണിട്ട് കരയുക, ഭയങ്കര നിലവിളി. പോയച്ചാ, എൻ്റെ ജീവിതം പോയച്ചാ, തകർന്നച്ചാ, ഇനി എന്നാ ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ അന്തം വിട്ടു. ഞാൻ പറഞ്ഞു, എന്നാ നീ കാര്യം പറ. അപ്പോൾ അവളെടുത്ത് വാക്കിന് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുടെ കൂടെ ഒരു റിസോർട്ടിൽ വെച്ച് പിടിച്ചു. എന്നിട്ടോ ചാനലുകളിൽ വന്നച്ചാ, പ്രാദേശിക 2 ചാനലുകൾ പേര് പറഞ്ഞു, ചാനലുകളിൽ വന്നച്ചാ, എനിക്ക് ആകെ വിഷമം. നല്ലൊരു പെങ്കൊച്ച്, നല്ല വെണ്മയുള്ള കൃപയുള്ള നല്ലൊരു പെങ്കൊച്ച്. അപ്പം മോളെങ്ങനെ അറിഞ്ഞത്? എന്നെ സ്നേഹമുള്ളൊരു ചേച്ചി വിളിച്ചു പറഞ്ഞു, ചാനലുകളിൽ വന്നെന്ന്. ഞാൻ വിചാരിച്ചു സത്യമാണെന്ന്. ഇവളും വിചാരിച്ചു ഇവളൊക്കെ തകർന്ന് ഇനി ചത്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുക.
പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ബുദ്ധി വന്ന് ഞാൻ പറഞ്ഞു, ഈ 2 ചാനലുകളുടെയും ഡയറക്ടർമാരെ എനിക്ക് നേരിട്ടറിയാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പിറ്റേ ദിവസം ഞാൻ ഒരു ചാനലിൻ്റെ ഓഫീസിൽ ചെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനൊരു ന്യൂസ് വന്നു, കാശ് കൊടുത്ത് ഒതുക്കി എന്നൊക്കെയാണ് അവളോട് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ന്യൂസ് കുറച്ച് ഒരു 2-3 ന്യൂസിൻ്റെ ഇടയിൽ വന്നോ? പുള്ളി പറഞ്ഞു, അച്ഛൻ ഞാൻ മൊത്തം ഒന്ന് നോക്കട്ടെ. പുള്ളി മൊത്തം നോക്കിയിട്ട് എന്നെ വൈകുന്നേരം വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ചാനലിൽ അങ്ങനെ വന്നിട്ടില്ല, മറ്റേ ചാനലിലായിരിക്കും. ഞാൻ മറ്റേ ചാനലിൻ്റെ ഓഫീസിൽ ചെന്ന്, അവരിത് കേട്ടിട്ട് പോലുമില്ല, ഇങ്ങനൊരു സംഭവം വന്നിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കണ്ടോ ഈ പെങ്കൊച്ചിൻ്റെ സ്വസ്ഥത. അപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ വിചാരിച്ചു ഞാനെന്താ മറ്റവന് സൗകര്യം പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, അല്ലെങ്കിൽ നീ ആ ചാനലിൻ്റെ ഓഫീസിൽ വാ. ഇങ്ങനെ ഓരോന്നിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ സംശയിച്ച് മറ്റുള്ളവർ പറഞ്ഞു കേട്ട് സ്വന്തം ജീവിത പങ്കാളിയെ സംശയത്തിൻ്റെ ബന്ധനത്തിൽ കിടത്തിയേക്കാണ്. നിങ്ങളിവിടെ നിന്ന് ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളെ നിരന്തര സംശയമാണെന്ന് കൂട്ടുക. കുടുംബജീവിതം നല്ല സമാധാനമായിരിക്കുമോ? കിടക്കാൻ നേരത്ത് നിങ്ങൾ കിടക്കുമ്പോൾ പുള്ളി ഒരു വെള്ള ഉണ്ടനൂലെടുത്ത് നിങ്ങളുടെ പെരുവരലെ കെട്ടി കട്ടിലെ കെട്ടിയിടും. അങ്ങനെയാണ് നിങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ രാത്രി എവിടെയെങ്കിലും എഴുന്നേറ്റ് പോകണ്ടോന്ന് അറിയാനേ. ഉറക്കത്തിനിടയ്ക്ക് നിങ്ങളൊന്ന് തുമ്മിയപ്പോൾ ഈ നൂലങ്ങ് കാലെന്ന് പൊട്ടിപ്പോയി, നേരം വെളുത്ത് വിഷയമായി. ചില ഭർത്താക്കന്മാരുണ്ട്, വീടിന് ചുറ്റും ഉമ്മിയും ചാരവും മണലും ഒക്കെ വിരിച്ചിടും, കുമ്മായൊക്കെ വിതറിയിടും. എന്തിനാണെന്നറിയോ? വേറെ ആരുടെയും കാൽപ്പാടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. ഈ സൂക്കേടിൻ്റെ പ്രത്യേകത അത്. ആരെയും വന്ന് ഇത് ചവിട്ടിയിട്ടുണ്ടോ? ഗതികേടിനായിരിക്കും വല്ല പട്ടിയോ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ പോയിട്ട് അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി, നേരം വെളുത്ത് ഭാര്യയ്ക്ക് ഇടി. ആരാടി വന്നേ ഇപ്പം പറയടി. ചിലർ ഈ കാഴ്ച കാണുകയും ചെയ്യും. ചിലർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഒരിക്കൽ സംശയരോഗിയായ ഒരു സ്ത്രീ, അവരുടെ ശരീരത്തിൽ ഇതൊരു രോഗമായി കിടക്കുക, രോഗമുള്ളൊരു സ്ത്രീ. എനിക്കവരെ നന്നായിട്ട് അറിയാം. അവർ സംശയരോഗത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുന്നതാണ്. അപ്പോൾ അവരുടെ ഭർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരത്തി ഇടയ്ക്ക് തെളിവോട് കൂടിയാണ് വരുന്നത്. അച്ഛൻ കണ്ടില്ലേ, പോക്കറ്റിൻ്റെ മണം കണ്ടോ, ഷർട്ടിൽ മുടി കണ്ടോ, ആകെ പ്രശ്നമാണ്, ഹെൽമെറ്റിൽ മുടി, ആകെ അതുപോലത്തെ സ്ത്രീയാണ്. ഒരു കുടുംബ പുള്ളിക്കാരത്തി തകർത്ത് കളഞ്ഞു. പുള്ളിക്കാരത്തി ഒരു ദിവസം പറഞ്ഞു, പുള്ളിക്കാരത്തിക്ക് പെട്ടെന്നൊരു ദർശനം, ഒരു യാത്ര പോയപ്പോൾ ഒരു ദർശനം. ആ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയെ പരസ്യമായി പീഡിപ്പിക്കുന്ന 2 പേരുടെ സമ്മതത്തോടു കൂടി അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരത്തിക്ക് ഒരു ദർശനം. പുള്ളിക്കാരത്തി ഒരു ഒറ്റ നോട്ടം നോക്കി കണ്ടു എന്നാണ് പറയുന്നത്. 2-3 പേരെ അതിൻ്റെ കൂടെ കൂടും ചെയ്തു. തീർന്ന് ഒരു കുടുംബം പൊളിഞ്ഞ്. പിന്നീടാണ് മനസ്സിലായത് ഇവർക്ക് ഇങ്ങനെ ഒരു ഇലൂഷൻ വരുന്ന ഒരു സംഭവം, ഇങ്ങനെ ഒരു ദർശനം, മായ ദർശനം ശരിയാണെന്ന് നിങ്ങൾ തോന്നിപ്പോവുക. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇതെല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഈ തലയ്ക്കകത്ത് കുറേ കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. ചില തോന്നലുകൾ, ആ തോന്നലിന് പിന്നെ നമ്മൾ സത്യമായിട്ട് അങ്ങ് സ്ഥാപിക്കുകയാണ്. അതെന്തും പോട്ടെ, ഇവിടെ മറിയം ഇതാ സംശയിക്കുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ നേരെ നിൽക്കാൻ ധൈര്യമില്ല. ഞാൻ അറിയാതെ നീ എങ്ങനെ ഗർഭിണിയായി? പരിശുദ്ധാത്മാവെന്ന റൂഹായുടെ കാറ്റാണെന്ന് പറഞ്ഞാൽ യൗസേഫിന് മനസ്സിലാവില്ല. യൗസേഫിൻ്റെ ചോദ്യങ്ങൾക്ക്, യൗസേഫിൻ്റെ യുക്തിപരമായ ചോദ്യങ്ങൾക്ക്, ഒന്നോടെ യൗസേഫിൻ്റെ തെളിവ് നിരത്തിയുള്ള ചോദ്യങ്ങൾക്ക് തെളിവ് നിരത്തി മറുപടി പറയാൻ മറിയത്തിന് കഴിയോ? സംശയിക്കുന്ന കുടുംബത്തിൻ്റെ ഉള്ളിൽ, സംശയിക്കുന്ന ജീവിത പങ്കാളിയുടെ മുമ്പിൽ സംശയിക്കാത്ത ദൈവത്തെ നോക്കി നിലകൊള്ളാൻ മറിയത്തിന് കിട്ടിയ ബലത്തിൻ്റെ പേരാണ് സമാധാനം. ഒരു ഹല്ലേലൂയ പറ. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ ഇടയിൽ തെറ്റിദ്ധരിക്കാത്തവനെ നോക്കി ജീവിക്കുക. അടുത്തത് അയൽവക്കത്തുള്ള വിഷയം മറിയത്തിൻ്റെ. മറിയം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. രാജാക്കന്മാർ കാണാമെന്ന് തിരിച്ചുപോയി. ഹെറോദ രാജാവ് ഇതറിഞ്ഞു. എനിക്കൊരു പകരക്കാരൻ വരുന്നത് തിരിച്ചറിഞ്ഞിട്ട് 2 വയസ്സിന് താഴേക്കുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഹെറോദാവ് കഴുത്തറുത്ത് കൊല്ലുകയാണ്. മറിയത്തിൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള സകല വീടുകളിലും കൂട്ടക്കരച്ചിലാണ്. കൂട്ടക്കരച്ചിൽ, കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി കാണാൻ പോലും മറിയത്തിന് യൂസഫിന് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? അവരുടെ മുമ്പിലെല്ലാം കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരു കുടുംബമുള്ളൂ. ഈ കുടുംബം, ഇവിടെ ഒരു കൊച്ചുണ്ടായി, ഈ മറിയം ഒരു കൊച്ചിനെ പ്രസവിച്ചു, അതിനെ പ്രതി ഞങ്ങളുടെ വീട്ടിൽ കൊലപാതകം നടക്കുന്നു. ഇഷ്ടപ്പെടുവോ? നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയുന്ന, എന്തിന്, നമ്മൾ കുത്തിയ ചെമ്പരത്തിയുടെ അതിരിളക്കി മാറ്റുന്ന ഒരുത്തനുണ്ടെങ്കിൽ തന്നെ നമുക്ക് സഹിക്കുമോ? കുഞ്ഞുങ്ങളെ കൊല്ലാൻ കാരണക്കാരായവരാണ് താമസിക്കുന്നത്. മറിയം ഇറങ്ങിപ്പോകുമ്പോൾ അയൽവക്കത്തെ സ്ത്രീകളും കുടുംബക്കാരും ചെരുപ്പ് വെച്ചെറിയായിരിക്കും, കാർക്കിച്ചു തുപ്പുമായിരിക്കും, അത്രമാത്രം പരിഹസിക്കുമായിരിക്കും. ചുറ്റുപാട് ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ചുറ്റുപാടുകൾ തെറ്റിദ്ധരിച്ചും കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും മുറിവേൽപ്പിച്ചും പൊള്ളിച്ചു നിൽക്കുമ്പോൾ, ചുറ്റുപാടുകളിൽ നിന്നൊരു സംരക്ഷണവും കിട്ടാതിരിക്കുമ്പോൾ,
ചുറ്റുപാടുകൾ പ്രതിക്കൂട്ടിലാക്കിയപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കാൻ മറിയത്തിന് കിട്ടിയ ബലത്തിൻ്റെ പേരാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു മറിയത്തിൻ്റെ വീട്ടിലേക്ക് നോക്കരുത്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യമാണ്. മുറുകെ പിടിച്ചിട്ട് മറിയം പറഞ്ഞു, ദൈവകൃപ എൻ്റെ മേലുണ്ട്. അടുത്തത് പ്രസവിക്കുന്നതോ? മറിയം പ്രസവിച്ച ഭാഗം ധ്യാനിച്ചു നോക്കി. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഏതൊരു സ്ത്രീയുടെയും ആത്യന്തികമായ ഒരാഗ്രഹമാണ് തൻ്റെ സ്വകാര്യതയും നഗ്നതയും സൂക്ഷിക്കുക എന്നുള്ളത്. അവളെ പരസ്യമായി വസ്ത്രാക്ഷേപം നടത്തിയാൽ അവളുടെ ശരീരമല്ല ലജ്ജിക്കുക, അവളുടെ ആന്തരികത തന്നെ ലജ്ജിച്ചു പോകില്ലേ? പ്രസവിക്കാൻ പോലും ഒരു സ്വകാര്യത, ഒരു സാരി കഷ്ണത്തിൻ്റെ മറയെങ്കിലും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. മറിയം പ്രസവിക്കാൻ ഇടം കിട്ടാതെ അസ്വസ്ഥമാക്കപ്പെട്ടവളാണ്. എന്തിനു വേണ്ടി? ദൈവപുത്രന് ജന്മം കൊടുക്കാൻ വേണ്ടി ജീവിതം കാഴ്ചവെച്ചപ്പോൾ പ്രസവിക്കാൻ ഇടം കിട്ടാതെ എവിടെയാ പ്രസവിച്ചതെന്ന് പോലും അറിയാൻ മേല. പ്രസവിച്ചിട്ട് കാലി തൊഴുത്തി കൊണ്ട് കിടത്തി. അപ്പോൾ കാലിക്കുട്ടി പോലും പ്രസവിച്ചിട്ടുണ്ടാവില്ല. ബൈബിളിൽ അങ്ങനെ എഴുതിക്കുന്നത്, എവിടെയോ പോയി പ്രസവിച്ചു, എന്നിട്ട് പുൽക്കുട്ടി കൊണ്ട് കിടത്തി. കിടത്താൻ പോലും ഒരു സ്ഥലം കിട്ടിയില്ല. ഏതോ ഇരുട്ടിൽ പോയി പ്രസവിക്കേണ്ടി വന്നു. ശരി, ഇനി എൻ്റെ ചോദ്യം ഇതാണ്, പ്രസവിച്ചിട്ട് ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഒത്തിരി ആയാസമുള്ളൊരു കാര്യമാണ് അല്ലേ? നിങ്ങളിപ്പോൾ കണ്ട വളരെ എളുപ്പം ജ്യൂസ് കുടിക്കുന്നവനാണ് പ്രസവിക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ? 8-10 മാസം കഷ്ടപ്പെട്ട് ശരീരം ചുമന്ന് ശരീരത്തിൽ എന്തെല്ലാം ചേഞ്ച് വരുന്നു. അങ്ങനെ ഒരു ഗർഭിണി അല്ലേ, അവളുടെ ശരീരം ഏതെല്ലാം തരത്തിൽ ഇതിനു വേണ്ടി ഒരുങ്ങുന്നു. കല്യാണം കഴിക്കുമ്പോൾ വലിയ ഷേപ്പൊക്കെ ഉള്ള പെണ്ണായിരിക്കും, ഒരു പ്രസവം കഴിയുമ്പോഴോ അല്ലേ? ഒരുത്തം വന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ, ഇപ്പോൾ ഇഷ്ടമല്ല. എന്താ കാരണം? അവൾ ഷേപ്പില്ല. അതിനെ പറ്റിയാടാ ഉരൽ കമത്തിയതുപോലെ ഉണ്ട് അച്ഛാ. പുള്ളിക്ക് പിന്നെ കൂടെ കൊണ്ടു നടക്കുന്ന നാണാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പെൺകുട്ടി അവളുടെ ശരീരം തന്നെ എത്രമാത്രം ബലി കഴിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ആയാസപ്പെട്ട് തൻ്റെ ശരീരത്തിൽ നിന്നൊരു ജീവൻ പ്രസവത്തോടെ ഈ ഭൂമിക്ക് നിക്ഷേപിച്ചു. മറിയം ഇതാ യേശു കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവത്തിൻ്റെ ക്ഷീണത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ആരോഗ്യ മേഖലയൊക്കെ ഇത്രയും വളർന്ന് ഇന്നൊരു പ്രസവം എടുക്കണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലാവും അല്ലേ? ഏകദേശം അത്രയൊക്കെ ആവും. സിസേറിയനാണെങ്കിൽ അതിൽ കൂടുതൽ തന്നെ സാധ്യത എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും അത്ര സൗകര്യമുള്ള 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ ചെന്ന് അതിഗംഭീരമായ ശുശ്രൂഷയിലൂടെ വേദനിക്കാതെ ഒക്കെ പ്രസവിച്ചാൽ എങ്ങനെ കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറാൻ എത്ര ദിവസം കിടക്കണം? ഗവൺമെൻറ് വരെ പ്രസവാവധി തരുന്നുണ്ട്. അതുപോട്ടെ, ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണം മാറാൻ എത്ര ദിവസം കിടക്കും? നാട്ടിൽ തന്നെയാണ് 90 കഴിഞ്ഞിട്ട് പള്ളി വരെ പോകത്തുള്ളൂ അല്ലേ? 90 ദിവസം അനങ്ങാണ്ട് കിടക്കും. വീട്ടിൽ അല്ലെ കട്ടിലിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് ഒരാടിനെ അപ്പടി അരച്ചുമിറ്റിയാണ് തരുന്നത് അല്ലേ? ആട്ടുമരുന്ന്, കോഴിമരുന്ന് അല്ലേ? പ്രസവിച്ച് 10-90 ദിവസമെങ്കിലും നമ്മൾ ശരീരത്തിന് വിശ്രമം കൊടുക്കും. മറിയത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. പ്രസവിച്ച് 90 ദിവസമെങ്കിലും കിടന്നാൽ ശരീരത്തിന് വിശ്രമമാകുള്ളെന്ന് ആരോഗ്യമാകുള്ളെന്ന് ധരിച്ചിരിക്കുന്ന നമ്മുടെ ഇടയിൽ മറിയം വേറൊരു ചിത്രമാണ് നൽകുന്നത്. ഇതാ ദൈവപുത്രനെ പ്രസവിച്ചിട്ട് ശരീരത്തിൽ നിന്ന് രക്തത്തിൻ്റെ വാർച്ച തീരുന്നതിന് മുമ്പ്, ദൈവം യോസെഫിനോട് പറഞ്ഞു, യോസെഫ്, നീ നിന്റെ ഭാര്യയായ മറിയത്തെയും ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടുക, നസറത്തിലേക്ക് ഓടുക. നെട്ടോട്ടം ഓടുകയാണ്. ഓടിച്ചുകൊണ്ട് പോകുന്നൊരു കാളവണ്ടി പോലും ഇല്ല. മിസ്രൈം നസറത്ത് എന്ന് പറഞ്ഞാൽ തൂത്തോട്ടിയിൽ നിന്ന് തിരുവഞ്ചൂർ പോകുന്ന ദൂരം അല്ലേ ഉള്ളൂ അല്ലേ? കിലോമീറ്ററുകൾ. രക്തവാർച്ച തീരുന്നതിന് മുമ്പ് മറിയം കുഞ്ഞിനെടുത്തുകൊണ്ട് പോവുകയാണ്. മറിയത്തിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, പ്രസവിച്ചിട്ടൊന്ന് വിശ്രമിക്കാൻ ഒരിടെങ്കിലും തന്നുവിടെ ദൈവമേ? ചോദിച്ചില്ല. ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ്. മാറോട് അതിനടക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ സകല ബലഹീനതകളെയും മറന്ന് ബലപ്പെടുത്തുന്നവനിലേക്ക് മാത്രം നോക്കി നടന്നതിൻ്റെ ആ ബലത്തിൻ്റെ പേരാണ് സമാധാനം. മനസ്സിലായോ? ബലഹീനമായ സാഹചര്യം വന്നതിനെ കുറ്റപ്പെടുത്തുന്നതല്ല. ആ ബലഹീനമായ സാഹചര്യത്തിൽ, ആ ബലം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ബലപ്പെടുത്തുന്നവനിലേക്ക് നോക്കി മുന്നോട്ട് പോയപ്പോൾ അവൾക്ക് കിട്ടിയ ആന്തരിക ബലത്തിൻ്റെ പേരാണ് സമാധാനം. ഒരു ഹല്ലേലൂയ പറ. ഈ സാധനം നമ്മൾ കണ്ടെത്തണം.